എവിക്റ്റായ മത്സരാർത്ഥികൾ ഓരോരുത്തരായി റീ എൻട്രി നടത്തി തുടങ്ങിയതോടെ ഗബ്രിയെ സ്വീകരിക്കാനുള്ള ത്രില്ലിലാണ് ജാസ്മിൻ. ഓരോ മത്സരാർത്ഥികളായി എത്തുമ്പോഴും വളരെ ആവേശത്തോടെ ആദ്യം ഓടിയെത്തി നോക്കുന്നതും ജാസ്മിൻ തന്നെയാണ്. നാളെയാകും ഗബ്രിയുടെ റീ എൻട്രി ഉണ്ടാകുന്നത് എന്നാണ് വിവരം. അതിനായി ഗബ്രി ചെന്നൈയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ചെന്നൈയിലേക്ക് പോകാനായി വിമാനത്താവളത്തിലെത്തിയ ഗബ്രി തന്റെ വിശേഷങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. താനും ജാസ്മിനെ കാണാൻ എക്സൈറ്റഡ് ആണെന്ന് ഗബ്രി പറയുന്നുണ്ട്. വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ആദ്യത്തേതുപോലെ എല്ലാവരുമായി ഒത്തുകൂടാൻ പറ്റുന്ന ഒരു അവസരമാണ്, അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമെന്നും ഗബ്രി പറയുന്നുണ്ട്. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഹാപ്പിയായി ജീവിതം മുന്നോട്ട് പോകുന്നു. തന്നെ ഇഷ്ടപ്പെടുന്നവർ വന്ന് സംസാരിക്കുന്നുണ്ട്. ആളുകൾ കൂടുതൽ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ക്രിറ്റിസിസവും ഉണ്ട്. അതെല്ലാം ഓരോ എക്സ്പീരിയൻസ് തന്നെയാണ്. ജാസ്മിനെ കാണുമ്പോൾ ആദ്യം ഹായ് എന്നാകും പറയുക. താനും ജാസ്മിനെ കാണാൻ എക്സൈറ്റഡ് ആണ് എന്നും അവൾ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും അവൾക്ക് സപ്പോർട്ട് കൂടുന്നത് സന്തോഷമുള്ള കാര്യമാണ് എന്നുമാണ് ഗബ്രി പറഞ്ഞത്. ഗബ്രി ചെന്നൈയിൽ എത്തിയിട്ടുണ്ടെന്നും നാളെയാകും ഹൗസിലേക്ക് കയറുകയെന്നും വിവരങ്ങളുണ്ട്. അതേസമയം ഹൗസിൽ നിന്നും പുറത്തായ ശേഷം വിവിധ പരിപാടികളും ഫാമിലി ഫംഗ്ഷനുകളും എല്ലാമായി തിരക്കിലായിരുന്നു ഗബ്രി. ചേച്ചിയുടെ കുഞ്ഞിന്റെ മാമോദിസയ്ക്ക് ബിഗ് ബോസിലെ തന്റെ സുഹൃത്തുക്കളെ എല്ലാം ഗബ്രി ക്ഷണിച്ചിരുന്നു. എല്ലാവരും ഗബ്രിയുടെ കുടുംബത്തോടൊപ്പം ഒത്തുചേർന്ന് ആഘോഷിക്കുകയും ചെയ്തിരുന്നു. 50 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഹൗസിൽ നിന്നും പ്രേക്ഷക വിധി പ്രകാരം ഗബ്രി പുറത്തായത്. അന്നത് ജാസ്മിന് വലിയൊരു ഷോക്കായിരുന്നു. ഗബ്രിയുടെ വസ്ത്രവും മാലയും ഫോട്ടോയും എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നു ജാസ്മിന്റെ പിതാവ് ഫാമിലി വീക്കിൽ ഹൗസിലെത്തിയപ്പോഴാണ് അവയെല്ലാം ജാസ്മിന്റെ കയ്യിൽ നിന്നും മാറ്റിയത്. റീ എൻട്രി വരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ മുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഗബ്രി ഹൗസിലേക്ക് തിരിച്ചെത്തുന്നത് കാണാനും ജാസ്മിനുമായുള്ള റീയൂണിയൻ കാണാനുമാണ്. കാരണം അത്രത്തോളം കോളിളക്കം സൃഷ്ടിച്ച ഒരു കോംബോയായിരുന്നു ജാസ്മിന്റെയും ഗബ്രിയുടെയും. ഹൗസിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഇരുവരും കോംബോ ഗെയിം കളിച്ചു തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിന് നെഗറ്റീവ് ഇമേജ് കൂടാൻ കാരണമായത്. ഫാമിലി വന്നപ്പോൾ ചില സൂചനകൾ നൽകിയെങ്കിലും ജാസ്മിൻ അതൊന്നും ഉൾക്കൊണ്ടിട്ടില്ല. അതേസമയം ഹൗസിൽ ഇപ്പോൾ നടക്കുന്നത് മത്സരാർത്ഥികളുടെ റീ എൻട്രികളാണ്. ആദ്യം ഹൗസിലേക്ക് എത്തിയത് ജാൻമണി ദാസ് ആണ്. പിന്നീട് യമുനയും പൂജ കൃഷ്ണയും ശ്രീരേഖയും എത്തി. ഇന്ന് രാവിലെ തന്നെ രസ്മിൻ ഭായ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് തന്നെ അപ്സരയും രതീഷ് കുമാറും വീട്ടിലേക്ക് എത്തുന്നതായിരിക്കുമെന്നാണ് വിവരം. മത്സരാർത്ഥികളുടെ റീ എൻട്രികൾ കഴിയുമ്പോഴേക്കും പുറത്തെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് ഒരു ചിത്രം ഫൈനലിസ്റ്റുകൾക്ക് ലഭിക്കും. പുറത്തെ കാര്യങ്ങൾ ഹൗസിൽ പറയരുതെന്ന നിർദ്ദേശം റീ എൻട്രി നടത്തുന്ന മത്സരാർത്ഥികൾക്കുണ്ട്. എങ്കിലും തൊട്ടും തൊടാതെയും ക്ലൂകൾ നൽകാൻ തിരികെ എത്തുന്നവർ ശ്രമിക്കുന്നുണ്ട്. പരമാവധി വിവരങ്ങൾ ചോദിച്ചറിയാൻ മത്സരാർത്ഥികളും ശ്രമിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച വരെ റീ എൻട്രികൾ ഉണ്ടായിരിക്കും. ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത്. ഇപ്പോൾ ഹൗസിൽ 6 മത്സരാർത്ഥികളാണ് ഫൈനലിസ്റ്റുകളായി അവശേഷിക്കുന്നത്. ഇവരിൽ നിന്നും ഒരാളാകും ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ വിജയ കിരീടം ചൂടുക. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.